ടേസ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചിക്കൻ ചുക്ക തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കളറുള്ള കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പാൻ അടുപ്പിൽ വെച്ചിട്ട് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല കട്ടിയില്ലാത്ത നൈസായിട്ടാട്ടോ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് സവാള ഇതിൽ നിന്ന് വറുത്ത് കോരാം. പിന്നീട് ആ ചൂടിലിരുന്നിട്ട് തന്നെ സവാള ഒന്നുകൂടി മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ എണ്ണയിലിട്ട് തന്നെ കറുപ്പ് നിറാവണ വരെ വറുത്തിട്ടുണ്ടെങ്കിൽ സവാള കരിഞ്ഞു പോവും. പിന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കയ്പിൻ്റെ ടേസ്റ്റാണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ 2 ബാച്ചായിട്ടാട്ടോ സവാള ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം മൂത്ത് കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഇവിടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ അത് ചിക്കനൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓയിൽ നമുക്ക് മാറ്റിയിട്ട് കുറച്ച് ഓയിൽ എടുക്കാം. സെയിം ഓയിൽ തന്നെ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 2.5 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ മസാല ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നീട് ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തീരെ എരിയില്ലാത്ത കളർ മാത്രമുള്ള കാശ്മീരി ചില്ലി പൗഡർ ആട്ടത്. ചില കാശ്മീരി ചില്ലി പൗഡറിന് അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളിയൊക്കെ ഈ മസാലയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി സോഫ്റ്റ് ആവണ വരെ നമുക്ക് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വരുന്നുണ്ട്. തക്കാളി നല്ല രീതിയിൽ വെന്തുടഞ്ഞ് കിട്ടണം കേട്ടോ. അല്ലാതെ നമ്മൾ തക്കാളി ഇങ്ങനെ അതിലിങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതവിടെ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും കൂടി കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. ഇത് നല്ല രീതിയിൽ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ
ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നല്ല രീതിയിൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കും. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ചുക്കൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി അറിയിക്കുക.